ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ആദ്യം കോംപ്രിഹെൻഷൻ വായിച്ച് നോക്കി. ഇതൊരു പോയമാണ്. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അവർ എർത്ത് ഈസ് സ്പെഷ്യൽ. ദർ ഈസ് ജസ്റ്റ് വൺ. ഇറ്റ് ഗിവ്സ് അസ് വാട്ടർ, സോയിൽ ആൻഡ് സൺ. People and animals share the land. Let us all lend a helping hand. You can save water and plant a tree. Makes a better home for you and me. Recycle things, don't throw away. ഇപ്പോൾ ഭൂമിയെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ്. നമ്മുടെ ഏർത്തിൻ്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ചാണ് ഈ പോയം പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ തീം ഓഫ് ദി പോയം? ഈ പോയത്തിനൊരു തീമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? ഏർത്തിനെ പറ്റിയിട്ടാണല്ലോ ഇവിടെ മൊത്തം പറയുന്നത്. അവർ എർത്ത് ഈസ് സ്പെഷ്യൽ ആൻഡ് ദർ ഈസ് ജസ്റ്റ് വൺ. ഇറ്റ് ഗിവ്സ് അസ് വാട്ടർ, സോയിൽ ആൻഡ് സൺ. നമുക്ക് വെള്ളവും മണ്ണും സൂര്യനും ഇതൊക്കെ തരുന്നത് നമ്മുടെ ഭൂമിയാണ്. അതേപോലെ തന്നെ ആനിമൽസ് ഉണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഏർത്ത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ തീം ഓഫ് ദ പോയം ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദ എർത്ത് ആൻഡ് മേക്കിംഗ് ഇറ്റ് ബെറ്റർ ഹോം ഫോർ ഓൾ ലിവിങ് തിങ്സ്. ഇനി അടുത്തത് പിക്ക് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. റൈമിംഗ് വേർഡ്സ് നമുക്ക് എഴുതാം. വൺ ആൻഡ് സൺ, മീ ആൻഡ് ട്രീ. ഓക്കെ, വൺ എന്ന് പറയുന്നതും സൺ എന്ന് പറയുന്നതും എൻഡ് ചെയ്യുന്നത് എന്ന സൗണ്ടിലാണ്. അതുകൊണ്ട് ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ ലാൻഡും ഹാൻഡും ഇവിടെ ഡി എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അതേപോലെ തന്നെ ട്രീ, മീ രണ്ടും ഇ എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുക. ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഓക്കെ, ഫൈൻഡ് ഔട്ട് എ ലൈൻ ഫ്രം ദ പോയം ദാറ്റ് ഹെൽപ്സ് അസ് മേക്ക് അവർ എർത്ത് എ ബെറ്റർ ഹോം. നമ്മുടെ ഭൂമിയെ ഒരു ബെറ്റർ ഹോമായി മാറ്റുന്നു എന്ന് പറയുന്ന ഒരു ലൈൻ ഏതാണെന്നാണ് ചോദിച്ചത്. യു ക്യാൻ സേവ് വാട്ടർ ആൻഡ് പ്ലാന്റ് എ ട്രീ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എർത്തിനെ നമുക്ക് ബെറ്റർ ആക്കാം എന്ന്. ഇനി അടുത്തത് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. പോയത്തിന് നല്ലൊരു ടൈറ്റിൽ നോക്കാം. ടേക്ക് കെയർ ഓഫ് ദ എർത്ത് അല്ലെങ്കിൽ അവർ എർത്ത് എന്നൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പോയം വിച്ച് മീൻസ് റീയൂസ്. റീയൂസ് ചെയ്യുക, വീണ്ടും ഉപയോഗിക്കുക. അതിനെയാണ് റീയൂസ് എന്ന് പറയുക. അതിന് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡാണ് ലാസ്റ്റ് കണ്ടില്ല, റീസൈക്കിൾ തിങ്സ്, ഡോണ്ട് ത്രോ അവേ. അപ്പോൾ റീസൈക്കിൾ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എ വേർഡ് ടു പിക്ക് ഔട്ട് ഫ്രം ദ പോയം ഈസ് റീസൈക്കിൾ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ആക്ടിവിറ്റി ഡയറിയാണ്. ഡോക്ടർ ഹൊവാർഡ് കെല്ലി പെയ്ഡ് ദ ബിൽ ഫോർ ദ വുമൻ ഇൻ ദ സ്റ്റോറി എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഷീ റെഡ് ദ വേർഡ്സ് ഇൻ ദ ബിൽ, പെയ്ഡ് ഇൻ ഫുൾ with 1 glass of milk. Tears of joy flooded her eyes. She wrote a diary entry on that day. Write the diary entry. അപ്പോൾ ആ വുമൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞു. മില്ല് വന്നു. മില്ല് തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന വേർഡ് എന്താണ്? പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന്. അപ്പോൾ അവരുടെ കണ്ണിൽ കൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അവരെഴുതിയ അന്നത്തെ ദിവസം എഴുതിയ ഡയറിയാണ്. ഡയറി എഴുതുമ്പോൾ തീർച്ചയായും ഡേറ്റ് എഴുതുക. ഇവിടെ മാർച്ച് 15, 2024 അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റ് എഴുതുക. ടുഡേ വാസ് ദ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ റിസീവ്ഡ് എ ബിൽ from Dr. Kelly's office and when I opened it I was overwhelmed with emotions. ഇന്ന് ഡോക്ടർ കെല്ലിയുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു ബില്ല് കിട്ടി. ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ ഐ വാസ് ഓവർവെൽംഡ്. ഓവർവെൽഡ് എന്ന് അതിയായി സന്തോഷിക്കുക. വിത്ത് ഇമോഷൻസ്. ദ ബിൽ വാസ് മാർക്ക്ഡ് പെയ്ഡ് ഇൻ ഫുൾ വിത്ത് എ നോട്ട് ദാറ്റ് സെഡ് പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass of milk. Tears of joy flooded my eyes as I remembered the day I gave glass of milk to a poor hungry boy. അപ്പോൾ ഈ ഒരു പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass of milk എന്ന് എഴുതിയപ്പോൾ എനിക്ക് ഞാൻ ഓർമ്മിച്ചു. ഐ റിമെമ്പേർഡ് ദ ഡേ. ആ ഒരു ദിവസം. ഏത് ദിവസം? ഒരു ഗ്ലാസ് മിൽക്ക് ഞാനൊരു വിശപ്പുള്ള ഒരു ദരിദ്രനായ ഒരു ആൺകുട്ടിക്ക് ഒരു ഗ്ലാസ് മിൽക്ക് ഞാൻ കൊടുത്തിരുന്നു. ആ ദിവസം ഞാൻ ഓർമ്മിച്ചു. ഐ ഹാഡ് നോ ഐഡിയ ദാറ്റ് ദ ബോയ് വുഡ് ഗ്രോ
up to be Dr. Kelly, the renowned doctor who would save my life. ഞാൻ ഒരിക്കൽ പോലും ഓർത്തില്ല ആ കുട്ടി വലുതായിട്ട് എന്താവും, ഡോക്ടർ കെല്ലി ഒരു അറിയപ്പെടുന്ന ഡോക്ടറാവെന്നും ആ ഡോക്ടർ എൻ്റെ ജീവിതം സേവ് ചെയ്യുമെന്നും രക്ഷിക്കുമെന്നും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതെഴുതി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഒരു മെസ്സേജ് എഴുതാനാണ്. ആക്ടിവിറ്റി 3. ദ വുമൺ ഇൻ ദ സ്റ്റോറി എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഗോട്ട് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഷി റിട്ടേൺഡ് ഹോം ഡേയ്സ് പാസ്റ്റ്. ഇറ്റ് വാസ് ഹെർ 70th ബർത്ത്ഡേ. ഷി റിസീവ്ഡ് എ ബർത്ത്ഡേ മെസ്സേജ് ഫ്രം ഡോക്ടർ ഹൊവാർഡ് കെല്ലി. വാട്ട് വുഡ് ബി ദ മെസ്സേജ്? ബി റൈറ്റ് ദ മെസ്സേജ്. ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ ആ വുമണ് ഡിസ്ചാർജായി വീട്ടിലെത്തി. ഷി റിട്ടേൺഡ് ഹോം ഡേയ്സ് പാസ്റ്റ്. ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഇറ്റ് വാസ് ഹർ 70th ബർത്ത്ഡേ. 70ാമത്തെ ബർത്ത്ഡേ ആണ്. ഷി റിസീവ്ഡ് എ ബർത്ത്ഡേ മെസ്സേജ് ഫ്രം ഡോക്ടർ ഹൊവാർഡ് കെല്ലി. അപ്പോൾ അവർക്ക് ഒരു മെസ്സേജ് കിട്ടി, ബർത്ത്ഡേ മെസ്സേജാണത്. അത് ആരാണ് അയച്ചത്? ഡോക്ടർ ഹൊവാർഡ് കെല്ലി. വാട്ട് വുഡ് ബി ദ മെസ്സേജ് എന്തായിരിക്കും? നമുക്ക് ആ ഒരു മെസ്സേജ് എഴുതി നോക്കാം. ഡിയർ ആൻഡ് ഹാപ്പി 70th ബർത്ത്ഡേ. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഗ്ലാസ് ഓഫ് മിൽക്ക് യു ഗെയ്വ് മീ ഇയേഴ്സ് എഗോ. ഞാൻ ഒരിക്കലും നിങ്ങൾ തന്ന ആ പാല്, ഗ്ലാസ് ഓഫ് മിൽക്ക് ഞാൻ മറക്കില്ല. യുവർ കൈൻഡ്നസ് ഇൻസ്പയർഡ് മീ ടു ബിക്കം എ ഡോക്ടർ. നിങ്ങളുടെ ആ ഒരു ദയയാണ് എന്നെ ഒരു ഡോക്ടർ ആകാൻ ഇൻസ്പയർ ആക്കിയത്. താങ്ക് യു ഫോർ ബീയിങ് എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കമ്പാഷൻ. വിഷിംഗ് യു ലവ്, ജോയ് ആൻഡ് ഹാപ്പിനെസ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ, ഡോക്ടർ ഹൊവാർഡ് കെല്ലി. ഒരു സിമ്പിളായിട്ടുള്ള ബർത്ത്ഡേ മെസ്സേജാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. മേക്കിംഗ് സൈൻ ബോർഡ്സ്. സൈൻ ബോർഡ് ഉണ്ടാക്കാനാണ്. രാജ ആൻഡ് ഹിസ് അങ്കിൾ വെൻറ്റ് ഔട്ട് ഫോർ എ വാക്ക്. ഓൺ ദ വാക്ക് ദേ സോ എ റോഡ് ആക്സിഡൻറ്റ്. അപ്പോൾ രാജയും അങ്കിളും അങ്ങനെ ഒരു നടത്തത്തിനായിട്ട് പോയതാണ്. ആ വഴിയിൽ അവരൊരു റോഡ് ആക്സിഡൻറ്റ് കാണുകയാണ്. അങ്കിൾ സെഡ് പീപ്പിൾ ഡോണ്ട് ഫോളോ ദ ട്രാഫിക് റൂൾസ്. അപ്പോൾ അങ്കിൾ പറയാണ് ആളുകൾ ട്രാഫിക് നിയമങ്ങളൊന്നും എന്താ ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. ദിസ് ലെഡ് ടു ആക്സിഡൻറ്റ്. ഇതാണ് ആക്സിഡൻറ്റിന് കാരണമാകുന്നത് എന്ന് അങ്കിൾ പറയാണ്. ദേ ടോക്ക്ഡ് അബൌട്ട് സം സൈൻ ബോർഡ്സ് ദേ സോ അലോങ് ദ റോഡ്സ്. അപ്പോൾ അവർ ഒരുപാട് സൈൻ ബോർഡ്സ് കണ്ടു, അതിനെപ്പറ്റി അവർ സംസാരിക്കുകയാണ്. റൈറ്റ് 2 സൈൻ ബോർഡ്സ്. അങ്ങനെയുള്ള 2 സൈൻ ബോർഡ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈൻ ബോർഡിൽ ഫോളോ ട്രാഫിക് റൂൾസ് എന്ന് എഴുതാം. ട്രാഫിക് റൂള് ഫോളോ ചെയ്യുക. രണ്ടാമത്തേൽ ഡ്രൈവ് സേഫ്, സ്റ്റേ അലൈവ്. സുരക്ഷിതമായി ഓടിക്കൂ, ജീവിതം. ആക്ടിവിറ്റി 5 നോക്കിയാലോ. തോട്ട്സ് ആണ്. ഐ കാൻറ്റ് ചീറ്റ് എനിബഡി ആസ് യു ഡിഡ്. നിങ്ങൾ ചെയ്ത പോലെ എനിക്ക് ആരെയും ചതിക്കാനാവില്ല. മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി. എൻ്റെ അച്ഛൻ എന്നെ ആരെയും ഉപദ്രവിക്കരുത് എന്നാണ് പഠിപ്പിച്ചു തന്നത്. ടേക്ക് യുവർ റിങ്സ്. നിങ്ങളുടെ മോതിരം എടുത്തോളൂ. സെഡ് കാർല ടു ദ മെർച്ചൻറ്റ്. മെർച്ചൻറ്റിനോട് കാർല പറഞ്ഞ വേർഡ്സാണ്. ദ മെർച്ചൻറ്റ് ഫെൽറ്റ് സോറി ഫോർ ഹിസ് ഗ്രേറ്റ്നെസ്. അപ്പോൾ അയാളുടെ അത്യാഗ്രഹത്തെ ആലോചിച്ച് അയാൾക്ക് വളരെ ലജ്ജ തോന്നി. ഹീ അഡ്മയർഡ് കാർല ഫോർ ഹെർ ക്ലവർനെസ്. അപ്പോൾ കാർലയുടെ ആ ഒരു എന്താണ് ബുദ്ധിയെ അയാൾ പ്രശംസിക്കുകയാണ്. റൈറ്റ് ദ മെർച്ചൻറ്റ് തോട്ട്സ്. അപ്പോൾ അയാൾ എന്തൊക്കെയായിരിക്കും അയാളുടെ ചിന്തകൾ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഐ വാസ് ബ്ലൈൻഡഡ് ബൈ ഗ്രീഡ്. അത്യാഗ്രഹം കൊണ്ട് എൻ്റെ കണ്ണ് മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ബ്ലൈൻഡഡ് ബൈ ഗ്രീഡ്. ട്രൈയിങ് ടു ചീറ്റ് എ യങ് ഗേൾ കാർല. ഞാൻ യങ് ഗേളായ ഒരു കാർലയെ ചീറ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. ബട്ട് ഷീ ഔട്ട്സ്മാർട്ടഡ് മീ റിട്ടേണിങ് ദ റിങ്സ് ആൻഡ് ടീച്ചിങ് മീ എ വാല്യുബിൾ ലെസൺ. പക്ഷേ അവൾ സ്മാർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. എന്നിട്ട് അവൾ എനിക്ക് റിങ്സ് റിട്ടേൺ ചെയ്തു. എന്നെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ലെസണാണ് പഠിപ്പിച്ചത്. ഹെർ ഇൻറ്റഗ്രിറ്റി ആൻഡ് ക്ലവർനെസ് ഇംപ്രസ്ഡ് മീ ഡീപ്ലി. അവളുടെ ആ ചുടുചുടുപ്പും ബുദ്ധി കൂർമ്മതയും ഒക്കെ എന്നെ വളരെയധികം ഇംപ്രസ് ചെയ്തു. ഐ ആം അഷെയിംഡ് ഓഫ് മൈ ആക്ഷൻസ്. എനിക്ക് എൻ്റെ പ്രവൃത്തികളെ ആലോചിച്ച് ലജ്ജ തോന്നുന്നു. ബട്ട് ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് എൻകൗണ്ടർ. പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. കാർലാസ് വേർഡ്സ്
എക്കോഡ് ഇൻ മൈ മൈൻഡ്. അവളുടെ ആ വേർഡ്സ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രതിധ്വനിച്ച് കേൾക്കുകയാണ്. മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി. അവൾ പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ എക്കോ പോലെ അടിക്കുകയാണ്. എന്താ പറഞ്ഞത്? മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി. എൻ്റെ അച്ഛൻ വേറെ ആരെയും ഉപദ്രവിക്കരുത് എന്നാണ് എന്നെ പഠിപ്പിച്ചത്. ഹെർ അപ്ബ്രിങ്ങിങ് ഈസ് ട്രൂലി അഡ്മയറബിൾ. അവളെ പരിപാലിച്ച് അവളെ വളർത്തിക്കൊണ്ടുവന്നത് വളരെ അഡ്മയറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല വളർത്തുഗുണമാണ് ആ കുട്ടിക്കുള്ളത് എന്നാണ് പറയുന്നത്. ഹെർ അപ്ബ്രിങ്ങിങ് ഈസ് ട്രൂലി അഡ്മയറബിൾ. ഐ ഹാവ് ലേൺഡ് ദാറ്റ് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഞാൻ ഇന്ന് മനസ്സിലാക്കി സത്യസന്ധതയാണ് ഏറ്റവും നല്ല പോളിസി. ഗ്രീഡ് ആൻഡ് ഡിസോണസ്റ്റി ലീഡ് ടു ട്രബിൾ. അത്യാഗ്രഹവും കളവ് പറയലൊക്കെ ട്രബിളിലേക്ക്, ആപത്തിലേക്ക് നമ്മളെ നയിക്കും. ഐ മസ്റ്റ് ചേഞ്ച് മൈ വേസ് ആൻഡ് ബി ബെറ്റർ പേഴ്സൺ. ഞാൻ ഇനി മുതൽ എൻ്റെ വഴികളൊക്കെ വഴിമാറി ചിന്തിക്കുകയാണ്, ഞാനൊരു നല്ല ആളാവും. കാരണം യു ആർ ട്രൂ ജം. നീ ഒരു എന്താണ് മുത്താണെന്നൊക്കെ പറയില്ല. യു ആർ എ ട്രൂ ജം. യുവർ ഫാദർ ഹാസ് ഡൺ എൻ എക്സലൻറ്റ് ജോബ് റേസിങ് യു. നിൻ്റെ അച്ഛൻ നിന്നെ വളർത്തിക്കൊണ്ടുപോകുന്ന രീതി വളരെയധികം എക്സലൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അയാളുടെ മൈൻഡിലേക്ക് പോയ തോട്ട്സ്. ഇനി നമുക്ക് അടുത്ത എന്താണ്, ഒരു എഡിറ്റിംഗ് ആണ്. നമ്മുടെ 6ാമത്തെ ആക്ടിവിറ്റി എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിലൊരു പാസേജ് ഉണ്ടല്ലേ, ആ പാസേജ് വായിച്ചിട്ട് എഡിറ്റ് ദ വേർഡ്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓൺ സാറ്റർഡേ ദേ സ്റ്റാർട്ട്. ഇവിടെ സ്റ്റാർട്ട് റെഡി ആവില്ല, കാരണം സ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റാർട്ടഡ് എന്നാണ് നമ്മൾ പറയണത്. പാസ്റ്റ് ടെൻസിലാണ് ഈ ഒരു പാസേജിൽ. അപ്പോൾ നമുക്ക് എന്താകണം, സ്റ്റാർട്ടഡ് ഏർലി ഓൺ ദ മോർണിംഗ് എന്ന് ഒരിക്കലും പറയില്ല, ഏർലി ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഓൺ സൺഡേ ദേ സ്റ്റാർട്ട് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി അടുത്ത് നോക്കൂ, അടുത്ത് ഇവിടെ ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുളിന് എന്താ പ്രശ്നം? ബ്യൂട്ടിഫുളിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. അപ്പോൾ ഇവിടെ BEAUTIFUL, ബ്യൂട്ടിഫുളിൻ്റെ സ്പെല്ലിംഗ് അതാണ്, അത് എഴുതുക. സെക്ലൂഡഡ് സ്പോട്ട് ഓൺ ദ ബേസിസ് ഓഫ് യമുന. യമുനക്ക് എന്താ പ്രശ്നം? യമുനയിൽ വൈ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഒരു പേര്, ഒരു റിവറിൻ്റെ പേര്, ഒരു പ്ലേസിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ യമുനക്ക് എന്തിടണം? നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഓക്കെ, ദിസ് വാസ് പ്ലേസ്. ഇവിടെ വാസ് പ്ലേസ് എന്നുള്ളതിന് വലിയ തെറ്റൊന്നുമില്ല, പക്ഷേ ഇത് വേർഡ് തെറ്റിച്ചിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ദിസ് പ്ലേസ് വാസ്. ഓക്കെ, ദിസ് പ്ലേസ് വാസ്. ഓക്കെ, ദിസ് വാസ് ദ പ്ലേസ് എന്നുള്ളതിന് നമ്മൾ എഴുതണം ദിസ് പ്ലേസ് വാസ് അറ്റ് ദ ഫുട് ഹിൽസ് ഓഫ് ശിവാലിക് ആൻഡ് ബ്ലൂ വാട്ടർ ഓഫ് ദ റിവർ വാസ് ക്ലിസ്റ്റർ ക്ലിയർ. അപ്പോൾ എത്രയാണ് എഡിറ്റിങ്. അപ്പോൾ നമ്മൾ 6 ആക്ടിവിറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.